കാട്ടുകുളം 9-ാം വാർഡില് ശക്തമായ വലിയ ഭൂരിപക്ഷത്തോടുകൂടെയാണ് വിജയിച്ചു വന്നത്. നമുക്കറിയാമല്ലോ, ഒരുപാട് നുണപ്രചരണങ്ങൾ, നുണച്ചാക്കുകളായിരുന്നു കാട്ടുകുളം 9-ാം വാർഡിലേക്ക്. അത് ഇടതുപക്ഷത്തിന്റെ CPM-ഉം CPI-യും രണ്ടും ഒരുമിച്ച് ഒരുപാട് നുണ കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് കാട്ടുകുളം വാർഡില് നിരത്താനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 550 ഭൂരിപക്ഷത്തിൽ അതിശക്തമായ ഒരു തിരിച്ചറിവ് കാട്ടുകുളം വാർഡിന്റെ പ്രതാപം എക്കാലത്തും വിളിച്ചോതുന്ന ഒരു ഭൂരിപക്ഷമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇടതുപക്ഷം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു മെമ്പറായി നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളെയും, അവിടെ എന്നെ വോട്ട് ചെയ്തവരും അല്ലാത്തവരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരുന്ന 5 വർഷക്കാലവും തുടർന്നും ഉണ്ടാവുക എന്നാണ് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങളിൽ അവർ തൊട്ട കാര്യങ്ങളൊക്കെ ഇന്ന് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളിലും അവരുടെ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്വർണം കട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള്, ഇതൊക്കെ നിലനിൽക്കുകയാണ്. ആ ഒരു തിരിച്ചടിയാണ് ഇന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചടിയാണ് LDF-ന് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാലോ, 24 വാർഡുകളിൽ അതിശക്തമായ മുന്നേറ്റം UDF നടത്തി 20 വാർഡും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.